നമസ്കാരം. തകർന്നടിഞ്ഞ് ചാരമായ ഇടത്തു നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്നതിന്റെ കഥയാണ് ഇന്ത്യക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ വമ്പൻ ജയം നേടിയാണ് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ മുന്നോട്ട് വച്ച 534 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസ്ട്രേലിയ 238 റൺസിൽ പുറത്താവുകയായിരുന്നു. ഇതോടെ 295 റൺസിന്റെ ചരിത്ര ജയം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഇന്ത്യക്കായി 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റും ഹർഷിത് റാണയും നിതീഷ് കുമാറും ഓരോ വിക്കറ്റും വീഴ്ത്തുകയായിരുന്നു. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലും എത്തി. 534 എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഓസ്ട്രേലിയയെ തുടക്കം മുതൽ തന്നെ വിറപ്പിക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിക്കുകയായിരുന്നു. യുവ ഓപ്പണർ നഥാൻ മക്സ്വീനിയെ ജസ്പ്രീത് ബുംറ ഡക്കാക്കിയാണ് ഇന്ത്യയുടെ പവർ അറിയിച്ചത്. 3-ാം നമ്പറിൽ ഇറങ്ങിയ നായകൻ പാറ്റ് കമ്മിൻസ് 2 റൺസുമായി മടങ്ങി. മുഹമ്മദ് സിറാജാണ് കമ്മിൻസിനെ പുറത്താക്കിയത്. മാർണസ് ലബൂഷേനെ ബുംറ LBയിൽ കുടുക്കിയതോടെ 3 വിക്കറ്റിന് 12 എന്ന നിലയിലാണ് 3-ാം ദിനം ഓസീസ് കളി അവസാനിപ്പിച്ചത്. 4-ാം ദിനം സ്റ്റീവ് സ്മിത്തിനെയും ഉസ്മാൻ ഖ്വാജയെയും മുഹമ്മദ് സിറാജ് പുറത്താക്കിയതോടെ 79-ന് 5 എന്ന നിലയിലേക്ക് ഓസീസ് തകർന്നു വീണു. ഒരു വശത്ത് ട്രാവിസ് ഹെഡ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി മുന്നേറി. 89 റൺസ് എടുത്ത ഹെഡിനെ ജസ്പ്രീത് ബുംറയാണ് പുറത്താക്കിയത്. ഇതോടെ മത്സരത്തിലേക്ക് ഇന്ത്യ വീണ്ടും തിരിച്ചു വരികയായിരുന്നു. ഒരു വശത്ത് പിടിച്ചു നിന്ന മിച്ചൽ മാർഷിനെ നിതീഷ് കുമാർ ക്ലീൻ ബോൾഡും ചെയ്തു. മിച്ചൽ സ്റ്റാർക്കിനെയും നഥാൻ ലിയോണിയെയും വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കിയപ്പോൾ അലക്സ് ക്യാരിയെ ക്ലീൻ ബോൾഡാക്കി ഹർഷിത് റാണ ഓസീസിന്റെ അവസാന വിക്കറ്റും വീഴ്ത്തി. ഇതോടെ 238 റൺസിൽ ഓസീസ് ഓൾ ഔട്ടായി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. 150 റൺസിൽ ഇന്ത്യ പുറത്താവുകയായിരുന്നു. റണ്ണൊന്നും എടുക്കാനാകാതെ യശസ്വി ജയ്സ്വാളും ദേവ്ദത്ത് പടിക്കലും പുറത്തായി. അതിന് പിന്നാലെ വിരാട് കോഹ്ലി 5 റൺസോടെ മടങ്ങി. ധ്രുവ് ജുറേൽ 11ഉം വാഷിംഗ്ടൺ സുന്ദറും 4 റൺസുമായി നിരാശപ്പെടുത്തുകയായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ഋഷഭ് പന്തിന്റെയും പ്രകടനമാണ് കുറച്ചെങ്കിലും ഇന്ത്യക്ക് ആശ്വാസമായത്. 150ലേക്ക് ഇന്ത്യൻ ബാറ്റർമാരുടെ അവസ്ഥ ഒതുങ്ങിയപ്പോൾ പക്ഷേ ബോളർമാർ നമ്മളെ വീണ്ടും ഞെട്ടിക്കുകയായിരുന്നു. മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. കങ്കാരുക്കളെ ശക്തമായിട്ടാണ് തിരിച്ചടിച്ചതവർ. ഇതോടെ അതിഥേയരായ ഓസീസ് തട്ടകത്തിൽ 104 റൺസിൽ കൂടാരം കയറി. എല്ലാവരും ഔട്ടായി. ജസ്പ്രീത് ബുംറയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് ഓസീസിനെ തകർത്തത്. 26 റൺസ് എടുത്ത മിച്ചൽ സ്റ്റാർക്കാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. അലക്സ് ക്യാരി 21 റൺസും ട്രാവിസ് ഹെഡ് 11 റൺസും നേടി. ഓസീസിന്റെ വമ്പന്മാരെല്ലാം വിറയ്ക്കുകയായിരുന്നു. സ്റ്റീവ് സ്മിത്ത് ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയയിൽ ഗോൾഡൻ ഡക്കായി മടങ്ങുകയും ചെയ്തു. ഉസ്മാൻ ഖ്വാജ 8 റൺസിലും നഥാൻ മക്സ്വീനി 10 റൺസ് എടുത്തും പുറത്തായി. മാർണസ് ലബൂഷേൻ 2 റൺസാണ് നേടിയത്. മിച്ചൽ മാർഷിന് 6 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഹർഷിത് റാണ 3 വിക്കറ്റുകളും മുഹമ്മദ് സിറാജ് 2 വിക്കറ്റുകളും വീഴ്ത്തി. നായകൻ എന്ന നിലയിൽ ബുംറ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. ഇന്ത്യയെ 2ാം ഇന്നിംഗ്സിൽ വലിയ സ്കോറിലേക്ക് എത്തിച്ചത് യശസ്വി ജയ്സ്വാളും വിരാട് കോഹ്ലിയും ചേർന്നാണ്. 297 പന്തിൽ 15 ഫോറും 3 സിക്സും ഉൾപ്പെടെ 161 റൺസോടെ റെക്കോർഡ് പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെച്ചത്. KL രാഹുൽ 77 റൺസും നേടി. 1ാം വിക്കറ്റിൽ 201 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇന്ത്യൻ ഓപ്പണർമാർക്ക് സാധിക്കുകയായിരുന്നു. ദേവ്ദത്ത് പടിക്കൽ നില ഉറപ്പിച്ചുവെങ്കിലും 25 റൺസ് എടുത്ത മടങ്ങുകയായിരുന്നു. ഋഷഭ് പന്ത് നിരാശപ്പെടുത്തി. 1 റൺസ് എടുത്ത ഋഷഭ് ക്രീസിൽ നിന്ന് കയറി കളിക്കവേ അലക്സ് ക്യാരി സ്റ്റെമ്പ് ചെയ്ത് പുറത്താക്കുകയായിരുന്നു. ഈ ഒരു ഇന്നിംഗ്സിൽ വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ് ആയിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. 143 പന്തിൽ 8 ഫോറും 2 സിക്സും ഉൾപ്പെടെ പുറത്താക്കാതെ 100 റൺസ് കോഹ്ലി നേടി വിമർശകരുടെ വായടപ്പിക്കുകയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 29 റൺസ് നേടിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 38 റൺസോടെ പുറത്താകാതെ നിന്നു. ഇതോടെ 6 വിക്കറ്റിന് 487 എന്ന നിലയിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു 2ാം ഇന്നിംഗ്സ്. 534 റൺസ് വിജയലക്ഷ്യം കങ്കാരുക്കൾക്ക് മുന്നിൽ വയ്ക്കുകയായിരുന്നു. അവിടെ നിന്നാണ് കങ്കാരുപ്പട തകർന്നടിഞ്ഞു വീണ 295 റൺസിന്റെ വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചത്.